ഇതിനകത്ത് ഒരു കള്ളത്തരം പറയുന്നില്ല, ഒരു നുണപ്രചരണം നടത്തുന്നില്ല. ആരെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഹാൻഡിലിലൂടെ ഒരു നുണപ്രചരണം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചു തരട്ടെ. ഒന്നാമത്തെ പേജിൽ അവിഹിതം ഉണ്ടെന്നും പറഞ്ഞിട്ട് അടിച്ചു വെച്ചിട്ട് പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന നിങ്ങളാണ് ഈ ലോകത്ത് നുണ കണ്ടുപിടിച്ചത്. നവകേരള സർവേ കോടതി പൊളിച്ചതോടെ ടീം പിണറായിയുടെ PR പാളുകയാണോ? പാർട്ടിയുടെ ദൗർബല്യം വെളിവാക്കുന്നതാണോ പരിധി വിട്ട PR പ്രചരണങ്ങൾ? നവകേരള ശില്പിയായ പിണറായി വിജയന് എന്തിനാണ് PR? ഹലോ, കളിയാക്കണ്ട. കളിയാക്കിയതല്ല. പൊതുഖജനാവിലെ പണമെടുത്ത് സർക്കാർ പദ്ധതി എന്ന വ്യാജേന പാർട്ടി പരിപാടി സർക്കാർ സ്പോൺസർഷിപ്പിൽ നടത്തി PR പ്രവർത്തനം നടത്തുന്നതിനെ കോടതി തടഞ്ഞു. പത്ത് കൊല്ലം ഭരിച്ചിട്ടും ഈ സർക്കാരിന് സാധാരണ ജനങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അവർ തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എത് പണ്ണാലും തെളിവാ പണ്ണ ഇല്ലനാ പണ്ണക്കൂടാതെ. അതുകൊണ്ട് അവരൊരു ഡെസ്പറേറ്റ് സിറ്റുവേഷനിലാണ്. അവരുടെ മുന്നിലുള്ളത് ഇക്കൊല്ലം ഭരണം പോയി കഴിഞ്ഞാൽ ഞങ്ങളിനി ത്രിപുരയിലെയോ ബംഗാളിലെയോ പോലെ ഒരു സിറ്റുവേഷനിലേക്ക് വട്ടപൂജ്യത്തിലേക്ക് എത്തുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഇതൊന്നും നോക്കണ്ട, അടിച്ചോ. ഓക്കേ ബോസ്. അവരൊരു സർവേ നടത്താൻ നോക്കി, ഗൃഹസന്ദർശനം എന്നുള്ള രീതിയിൽ. ഒരു പാർട്ടി പ്രവർത്തനം എൻ്റെ വീട്ടിൽ വന്നാൽ ചിലപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ ഞാൻ ഡിനേ ചെയ്യും, ഒരു എൻട്രി ഡിനേ ചെയ്യും. അതേസമയം സർക്കാരിൻ്റെ ഒരു ടാഗും ആ ഒരു കാർഡുമായിട്ട് നവകേരള സർവേയാണ്, ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കയറ്റി ഇരുത്താനുള്ള ഒരു അനുമതി കൊടുക്കും. അതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു കുറുക്കു വഴിയായിട്ട് എനിക്കിത് തോന്നുന്നുള്ളൂ. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അങ്ങനെ ഒരു കുറുക്കു വഴി ചെയ്യാൻ പോയതിൻ്റെ അകത്ത് ഇവർക്ക് പാളിച്ച പറ്റി എന്നുള്ളതാണ് സത്യം വന്നത്. ഇത് സ്റ്റോൾ ചെയ്തപ്പോൾ കോടതി കണ്ടെത്തിയ ഫൈൻഡിങ് ആണ് വളരെ സീരിയസ് ആയിട്ടുള്ളത്. അവർ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം, ഇത് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ചെയ്യേണ്ടത്, ഇത് IPRD അല്ല ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇത് IPRDയുടെ ഫണ്ടിൻ്റെ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ 4.6 കോടി മാത്രമേ വരാവുള്ളൂ. അതിന് മേളിൽ 14 കോടി നിങ്ങൾ നിയമസഭയുടെ അനുമതി ഇല്ലാതെ ഇത് എങ്ങനെ കൊടുത്തു? അപ്പോൾ അത് റൂൾസ് ഓഫ് ബിസിനസിൻ്റെ വയലേഷനാണ്. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരാശ്വാസം. ബംഗാളിലും സംഭവിച്ചതാണ്, ത്രിപുരയിലും സംഭവിച്ച മാസിനെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് അവർക്ക് നഷ്ടപ്പെട്ടെന്നുള്ളത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ആ മാസിനെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടപ്പോൾ പാർട്ടി വഴി നടക്കത്തില്ല, എന്നാൽ സർക്കാരിൻ്റെ ടാഗിട്ട് സർക്കാരിൻ്റെ ആൾക്കാരായിട്ട് പറഞ്ഞു വിട്ട് നമുക്ക് നമ്മുടെ വികസന നേട്ടങ്ങൾ പറയാമെന്നാണ്. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ ഇപ്പോൾ വർക്കാവില്ല. ഒരു സൈറ്റ് തുടങ്ങുന്നു, ഒരു ഓൺ PR വർക്കിലൂടെ മുമ്പ് കാലത്തെ മന്ത്രിമാരെ പലരെയും മടങ്ങി വരരുതേ മകനെ എന്ന് പറയുന്നു. അതിൽ മരണപ്പെട്ട മന്ത്രിമാരുമുണ്ട്. പിന്നീട് അത് പിൻവലിക്കുകയാണ്. PR-ന് വേണ്ടി ചെയ്യുന്ന എല്ലാം പാളുകയാണോ ശരിക്കും അവസാനം? യാതൊരു സംശയം വേണ്ട. തികഞ്ഞ ആത്മവിശ്വാസത്തോട് തന്നെ പറയാണ്, അടുത്ത 5 വർഷവും ഈ ഇടതുപക്ഷ സർക്കാർ തന്നെ ഭരിക്കും. അതിനകത്ത് യാതൊരു ഒരു പാഴൂർ പടിപ്പുരയിലും പോയി പഞ്ചാംഗം നോക്കണമെന്ന കാര്യമൊന്നുമില്ല. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. ഇപ്പോൾ ഈ റെജിമോൻ കുട്ടപ്പൻ എനിക്ക് മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും 30% ഓഫ് ദ മെഡിക്കൽ നെഗ്ലിജൻസ് വേൾഡ് വൈഡായിട്ട് അക്സെപ്റ്റബിൾ ആണ്. അപ്പോഴാണ് ഒരു കത്രികയുടെ കേസെടുത്തിട്ട് പെരുപ്പിച്ച് കാണുന്നത്, ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് പെരുപ്പിച്ച് കാണുന്നത്. പുതിയതാ ഇരുണ്ട കാലം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് തുടങ്ങി UDF വീണ്ടും അധികാരത്തിലെത്തിയാൽ ഉണ്ടാകാവുന്ന അപകടങ്ങളെക്കുറിച്ച് ഇടതുപക്ഷം ഓർമ്മിപ്പിക്കുകയാണ്. 2016 ഉമ്മൻചാണ്ടിയെ അധികാരത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഇടതുപക്ഷം പറഞ്ഞൊരു വാക്ക്, ഈ ദുഷിച്ച ഭരണം മാറി നിങ്ങൾക്കൊരു സൽഭരണം കിട്ടുമെന്നുള്ളതാണ്. 10 വർഷം മുമ്പ് അധികാരം ഒഴിഞ്ഞു പോയ ഒരു മുന്നണിയുടെയും സർക്കാരിൻ്റെയും പ്രവൃത്തികളിൽ ഇത്രയും വല്ല കൊള്ളരുതായ്മ നടന്നിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തിനാണ് 10 വർഷം അധികാരത്തിൽ നിന്നത്? ഒരൊറ്റ ഒരാൾക്ക് ഒരു ചാർജ് ഷീറ്റ് നിങ്ങൾ കൊടുത്തോ? ഒരൊറ്റ ഒരാളെ നിങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്തോ? ഒരൊറ്റ ഒരാൾക്ക് നിങ്ങൾ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയോ? പിന്നെ എന്തിനായിരുന്നു ഈ ഭരണം? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ഇതിനകത്ത് ഒരു കള്ളത്തരം പറയുന്നില്ല, ഒരു നുണപ്രചരണം നടത്തുന്നില്ല. ആരെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഹാൻഡിലിലൂടെ ഒരു നുണപ്രചരണം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചു തരട്ടെ. ഇപ്പോൾ ശ്രീ ജയരാജ് ഇവിടെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, ലെഫ്റ്റ് ഹാൻഡിലുകളിൽ നിന്ന് നുണപ്രചരണം ഉണ്ടായിട്ടുണ്ടോ എന്ന്. തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരം എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ എപ്പിസോഡും കാണണമെന്നാണ് പറയുന്നത്. സത്യമാണോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, കണ്ട് തീരുമാനിക്കുക. മറിയക്കുട്ടി ചേട്ടത്തി എന്ന് പറഞ്ഞൊരാളിനെ മറക്കാനായിട്ടുള്ള സമയമായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ 1-ാം നമ്പർ ലെഫ്റ്റ് ഹാൻഡിലാണ് ദേശാഭിമാനി. അവരുടെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞെന്താ? അവർക്ക് എത്ര സ്വത്തുണ്ടെന്നാണ് പറഞ്ഞ്, അവർക്ക് എത്ര ആസ്തിയുണ്ട്, അവരുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു? ലേലുവല്ലു പറഞ്ഞില്ലേ? പരസ്യമായിട്ട് ലേലുവല്ലു പറയേണ്ടി വന്നില്ലേ? ഒന്നാമത്തെ പേജിൽ അവിഹിതം ഉണ്ടെന്നും പറഞ്ഞിട്ട് അടിച്ചു വെച്ചിട്ട് പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന നിങ്ങളാണ് ഈ ലോകത്ത് നുണ കണ്ടുപിടിച്ചത്.
അല്ലാതെ നുണ പ്രചരിപ്പിച്ചതല്ല, നുണ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ നിന്നിട്ട് എവിടെയാണ് ഞങ്ങൾ നുണ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യവും നുണയും തമ്മിലുള്ള അതിർവരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇവർ വിചാരിക്കുന്ന ഈ നാട്ടുകാർ മുഴുവൻ മണ്ടന്മാരാണെന്നാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തുമ്പോൾ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി സംവിധാനത്തിനെ ഗവൺമെൻറ് ID കാർഡ് ഇട്ടുകൊണ്ട് ആൾക്കാരുടെ വീട്ടിലേക്ക് പോയി ക്യാൻവാസ് ചെയ്യാൻ. പണ്ട് പറഞ്ഞില്ല കോവിഡ് സമയത്ത് വീട്ടിൽ പൈസ കൊണ്ടു കൊടുത്തതിന് ശേഷം വെച്ച് നമ്മുടെ സർക്കാരാണ് അതുകൊണ്ടാണ് ഇത് കിട്ടുന്നത്, നമ്മൾ വീട്ടിൽ കൊണ്ട് തരികയാണ്. ഈ സംവിധാനം തുടരണമെങ്കിൽ നിങ്ങൾ ദാ ഈ ചിഹ്നത്തിലേക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. അതിന് 20 കോടി രൂപ ഒഴുക്കിക്കളയുന്നു. ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇനിയിപ്പോൾ വരുന്ന വലിയൊരു സാധനമുണ്ട്, മാനിഫെസ്റ്റോ. ആശാ വർക്കർമാർക്ക് ഇത്ര, ഇതിന് പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. പിന്നെ അംഗനവാടി വർക്കർമാർക്ക് ഇത്ര, മറ്റേത് ഇത്ര, മറിച്ചത് ഇത്ര, ക്ഷേമ പെൻഷൻ 4500 ആക്കും. മാത്രമല്ല ഇതിനകത്ത് എല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എത്ര ശതമാനം നടപ്പിലാക്കിയില്ല. അധികാരത്തിൽ കയറുന്ന സമയത്ത് ക്ഷേമ പെൻഷൻ എത്ര ആക്കുമെന്നായിരുന്നു അന്നത്തെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? മാനിഫെസ്റ്റോയിൽ പറഞ്ഞല്ലോ ഓരോ വർഷം എത്ര ചെയ്തു എന്നുള്ളതാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞ് ചെയ്തതല്ല. മാനിഫെസ്റ്റോ പറഞ്ഞിട്ടാണല്ലോ ആൾക്കാരുടെ അടുത്ത് പോയി വോട്ട് രൂപ ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന് മാനിഫെസ്റ്റോ പറഞ്ഞു. ഏറ്റവും അവസാനം കൂട്ടുകെട്ടാണെന്നുള്ളവർക്ക് ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. എക്സാക്ട്ലി. അവിടെ പോകുമ്പോൾ മരുന്നില്ലെന്നേ, അവിടെ ബ്രെഡും പാലും കൊടുക്കുന്നില്ലെന്നേ, അവിടെ സൂചി പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വരാൻ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന തിരുവനന്തപുരത്തുള്ള ഹാരിസ് ഡോക്ടറല്ലേ വെളി പറഞ്ഞത്. ആ പറഞ്ഞതിന് ഡോക്ടർ പ്രഷറിലായിട്ട് ആ ഡോക്ടർ അദ്ദേഹം ഒരാഴ്ച സൈക്കാട്രിക് ട്രീറ്റ്മെന്റിൽ പോയ കാര്യം സാറിന് അങ്ങനെ പറയല്ലേ, കത്രിക ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. കത്രിക ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഹർഷനയുടെ വയറ്റിൽ വെച്ച് കൊടുത്തു, അത് പിന്നെ അവർ വെളിയിൽ പോയി എടുത്തു. ഇവർ 5 കൊല്ലം വീണ്ടും ഇതിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് കിടന്ന് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള രാജ്യമാണ് ജപ്പാൻ. അവിടെ ഒരു ക്യാമറ കൊണ്ടുപോയാൽ അഴുക്ക കൂനകൾ കാണും. താങ്കൾ ഈ അഴുക്ക കൂനയിലേക്ക് ക്യാമറയും കൊണ്ടുപോവുകയാണ്. റെജിമോൻ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താ അറിയോ, ഒരു 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലോഹ സാധനം അവനവന്റെ ഉള്ളിലായിരുന്നു തറച്ചിരുന്നെങ്കിൽ നമുക്കൊക്കെ ഈ വേദന മനസ്സിലാവും. 100% ഞാൻ യോജിക്കുന്നു. ഇതിപ്പോ അബദ്ധത്തിൽ ഒരു കത്രിക അകത്ത് കുടുങ്ങി, അല്ലെങ്കിൽ ഒരു ഉപകരണം അകത്ത് കുടുങ്ങിപ്പോയി എന്നുള്ളതാണല്ലോ താങ്കൾ പറയുന്നത്. അതിനുശേഷം ഒന്ന് ആലോചിച്ച് നോക്കി, ഇതേ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അവർ ചെന്നു. എങ്ങനെയാണ് വിരമിച്ച ഒരു ഡോക്ടറെ എന്ന് എക്സ്റേ എടുത്ത് നോക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഈ ഉപകരണം കണ്ടു. ഈ എക്സ്റേയുമായിട്ട് ചെന്നു. ഒരു സംഘം ഡോക്ടർമാർ കൂടിയിട്ട് പറഞ്ഞു നമുക്ക് രഹസ്യമായിട്ട് അങ്ങ് തീർക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പുറത്തേക്ക് അവരെ വിട്ടു. അവിടെ അഡ്മിറ്റ് ചെയ്തില്ല, പെയിൻ കില്ലറും കൊടുത്ത് 23-ാം തീയതി വന്ന് അഡ്മിറ്റ് ചെയ്യും, നമ്മൾ സർജറി നടത്താമെന്നാണ് പറഞ്ഞത്. ഇത്രയും ഗുരുതരമായ ഒരു ചികിത്സാ പിഴവ് കണ്ടു കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യം എന്താണ്? അത് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതല്ലേ, അവരോട് അഡ്മിറ്റ് ചെയ്യാന്നുള്ളതല്ലേ, സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമല്ലേ. ഇവർ പുറത്ത് വന്ന് എനിക്ക് ഇവിടെ സർജറി ചെയ്യേണ്ട, ഞാൻ പുറത്തേ വന്ന് ചെയ്യൂ എന്ന് അവർ പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പുറലോകം ഇതറിയുമായിരുന്നു. എത്ര പേരുള്ളിൽ കത്രയുമായിട്ട് ജീവിക്കുന്നുണ്ടാവും? PG 50 കൊല്ലം വരെ അത് കിടന്നാൽ കുഴപ്പമില്ലെന്ന് എന്ന് പറയുന്ന ഡോക്ടർമാർ 2021 മെയ് മാസം 10-ാം തീയതി എന്ന് പറയുമ്പോൾ കോവിഡിന് ന്യൂയോർക്കിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങളോട് ഉപദേശം തേടുന്നു അന്നത്തെ ആരോഗ്യമന്ത്രി അവകാശപ്പെട്ടതിന്റെ പിറ്റേ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ. കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ട ഞങ്ങൾ നടപടിയെടുക്കും. ഒരാൾ കുറ്റക്കാരനാണെന്ന് ഇടതുപക്ഷത്തിന് എന്നാ ബോധ്യപ്പെടുന്നത്? കുഞ്ഞനന്തനെ ശിക്ഷിച്ചു, കുറ്റക്കാരനല്ല, തീരനായ സഖാവായിട്ട് നിങ്ങൾ കോവിഡ് കാലത്ത് പ്രോട്ടോകോൾ ലംഘിച്ച് യാത്രയാക്കി. പത്മകുമാർ അകത്ത് കിടക്കാണ്, ചാർജ് ഷീറ്റ് കണ്ടിട്ട് നോക്കട്ടെ, അതിനകത്ത് യഥാർത്ഥത്തിൽ കുറ്റം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആലോചിക്കാമെന്നാണ് പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തി, തന്ത്രി വ്യഭിചാരിയാണെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ പിണറായി വിജയൻ ആ തന്ത്രിയെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്ന് വിളക്ക് കത്തിച്ചു അല്ലേ? അപ്പൊ തന്ത്രിയുടെ വ്യഭിചാരം അവിടെ തീർന്നു. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് കേരള തൊഗാഡിയ എന്ന് അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ആ വെള്ളാപ്പള്ളി നടേശനെ കാറെ കൊണ്ട് നടന്നു. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കഴിയുന്നുണ്ടോ ഇന്ന്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ചില സമയങ്ങളിൽ പ്രായോഗികമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ പ്രായോഗികതയുടെ ഭാഗമായിട്ട് പലതിലും വെള്ളം ചേർക്കേണ്ടി വരും. തീർച്ചയായിട്ടും. കാര്യം അഭിപ്രായം എന്ന് പറയുന്നത് ഇരുമ്പിലൊക്കെ ഒന്നുമല്ല. പക്ഷെ അത് ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ മനസ്സുള്ള കോർ ലെഫ്റ്റ് കേഡേഴ്സിന് ദഹിക്കുന്നുണ്ടോ ശ്രീ ജയരാജ്? വരട്ട് തത്വവാദികൾക്ക് ചിലപ്പോൾ ദഹിക്കത്തില്ലായിരിക്കും. വരട്ട് തത്വവാദികൾക്ക് ഇതൊന്നും ദഹിക്കത്തില്ല. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു നിലപാടെടുക്കുന്ന സമയത്ത് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരണം. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ കാലോചിതം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന ആൾക്കാർ നിങ്ങളോട് പലവരും പറഞ്ഞിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പറ്റിയത് തെറ്റായിരുന്നു എന്ന് പറയുന്നതിലല്ല. ഒരു ഭാഗത്ത് നമുക്ക് സഖാവ് പുഷ്പന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നതിനും മറ്റൊരു ഭാഗത്ത് നിങ്ങൾക്ക് ആ തീരുമാനം തിരുത്തുന്നതിനും ശരിയായിട്ട് രണ്ടും കൂടെ ഒന്നിച്ചു പോയില്ല. ഗെയിൽ പദ്ധതിയെ എതിർത്ത ആൾക്കാർ, സമരം നടത്തിയ ആൾക്കാർ, എന്നിട്ട് ഗെയിൽ പദ്ധതി ഞങ്ങളാണ് നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞു. ചുട്ടു വന്നിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് കത്തോലിക്ക സഭ അത് അംഗീകരിച്ചത്. അപ്പൊ അത് നിങ്ങൾ കത്തോലിക്ക സഭ തെറ്റ് തിരുത്തും അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ തെറ്റ് തിരുത്തുന്നുണ്ടല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ വൈകിയാണെങ്കിലും എന്റെ ചോദ്യം, അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് തെറ്റ് തിരുത്തൽ എന്നുണ്ടാകും? 15 കൊല്ലം കഴിഞ്ഞ് അങ്ങനെയാണോ?
ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വിവാദം ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്ത് ശരിയാണ്. പക്ഷെ എതിരാക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ശ്രീ ജയരാജ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേദിയിൽ മൈക്ക് കെട്ടിവെച്ച് 4 വോട്ടിന് വേണ്ടി നവോത്ഥാനങ്ങളെ കുഴിച്ചു മൂടുന്നവനല്ല വിജയൻ എന്ന് പ്രസംഗിക്കരുത്. ജനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും മോഹന വാഗ്ദാനങ്ങൾ നൽകരുത്. ഞങ്ങൾക്ക് അധികാരമാണ് പ്രധാനം. 3 സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അധികാരം നിലനിർത്താനും അതുവഴി ജനങ്ങളെ സേവിക്കാനും ഞങ്ങൾ എല്ലാ അടവും സ്വീകരിക്കുന്നു ജനങ്ങളോട് പറയൂ. എന്നിട്ട് നിങ്ങൾ വോട്ട് തേടൂ. അതല്ലേ പ്രധാനം. ആ ഫ്ലോ അങ്ങ് പോയി. CAG കൊണ്ട് ഇവർ അന്വേഷിക്കാൻ സമ്മതിക്കില്ല. ഉറഞ്ഞുതുള്ളും തോമസ് ഐസക്ക്. KSFയിൽ അഴിമതി അന്വേഷിക്കാൻ വന്നപ്പം, കിബിയുടെ അഴിമതി അന്വേഷിക്കാൻ വന്നപ്പം വിജിലൻസിൻ്റെ അന്വേഷണ പരിധി വെട്ടിച്ചുരുക്കി ഇവർ. മുഖ്യമന്ത്രി അനുമതി കൊടുക്കണം, എങ്കിൽ മാത്രമേ അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. ലോകായുക്തയുടെ പല്ലും നഖവും പറിച്ചു കളഞ്ഞു. അതിന് മുഖ്യമന്ത്രിയുടെ അനുമതി വേണം. അത് അമെൻഡ് ചെയ്തു. ആദ്യമായിട്ട് അമെൻഡ് ചെയ്തത് കേരളത്തിലാണ് ലോകായുക്തയുടെ ഈ അമെൻമെൻറ്റ്. ഈ അമെൻമെൻറ്റ് ആദ്യമേ ലോകായുക്ത വരുന്ന സമയത്ത്, ലോക്പാൽ വരുന്ന സമയത്ത് നായനാർ അടുക്കൽ കാർത്തികേയനൊക്കെ ഉണ്ടായിരുന്നൊരു കമ്മിറ്റി വെച്ചിട്ട് അന്ന് ഇത് നോക്കിയപ്പം ഇങ്ങനൊരു സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നായനാർ പറഞ്ഞു അല്ല, ഇത് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അതിൽ നിന്നുള്ള ബാക്ക് ട്രാക്കാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തത്. അതുകൊണ്ടാണ് KK ശൈലജയ്ക്കെതിരെയുള്ള PP കിറ്റിന്റെ അഴിമതി കേസ് അന്വേഷിക്കാതെ പോയത്. ഇത്രയും കാലം തിരുത്താതെ പോയൊരു പിശക് ഞങ്ങൾ തിരുത്തുന്നു P രാജീവ് പറയുമ്പോൾ VK നായനാരും VS അച്യുതാനന്ദനും അടക്കമുള്ളവർ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ലായിരുന്നു എന്നാണ് പറയാതെ പറഞ്ഞു വരുന്നത്.